മക്കളെ കുറിച്ചുള്ള ലക്ഷ്യം എന്താണ്? അത് ഖുർആനികമായൊരു ചോദ്യമാണ്. നമ്മുടെ മക്കൾ എന്താ ആവേണ്ടത്? എന്താണ് ആ മക്കളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഏത് മക്കളില്ലാത്ത സമയത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പോലും ഇബ്രാഹിം നബി എങ്ങനെ പ്രാർത്ഥിച്ചത്? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബേ എനിക്കൊരു നല്ല കുട്ടിയെ കൊണ്ട്, ഒരു സാലിഹായ സന്താനം, ഒരു നല്ലവനായ ഒരു മകൻ. നമ്മൾ ആഗ്രഹിക്കില്ല സുഹൃത്തുക്കളെ, ചില ആളുകളെയൊക്കെ കാണുമ്പോൾ എന്തൊരു നല്ല മനുഷ്യൻ, നമ്മളെ മക്കളൊക്കെ എങ്ങനെ ആയെങ്കിൽ ഇത് നമ്മൾ ആഗ്രഹിച്ചു പോയില്ല. ഒരു നന്മയുള്ള, നാട്ടിനുപകാരപ്പെടുന്ന, ദീനിനുപകാരപ്പെടുന്ന, അവന് തന്നെ ഉപകാരപ്പെടുന്ന, മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല മകനുണ്ടാകുക എന്നാണ്. അല്ലാഹുവേ ഫഹബ്ലി, നീ എനിക്ക് തരണം, നിന്റെ അടുക്കൽ നിന്ന് നീ എനിക്ക് ഒരു സന്താനത്തെ തരണം എന്ന് അള്ളാഹുവോട് ചോദിക്കുക. ആ സന്താനം എങ്ങനത്തവനാകണം? കുട്ടി ഉണ്ടായിട്ടില്ല സുഹൃത്തുക്കളെ. 6-ാം വയസ്സിൽ ഏത് സ്കൂളിൽ ചേർക്കണം എന്ന് ആലോചിക്കുമ്പോഴല്ല, കുട്ടി ഉണ്ടായിട്ടില്ല. സക്കരിയ നബി ഒരു കുട്ടിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ പറയാണ്, യരിസുനി വയരിസു മിൻ ആലി യാഖൂബ് വജഅൽഹു റബ്ബി റദിയാ. യരിസുനി വയരിസു മിൻ ആലി യാഖൂബ്, എന്നെയും യാക്കൂബിന്റെ കുടുംബത്തെയും ഒക്കെ അനന്തരമെടുക്കാൻ പറ്റുന്ന, ദീനിയായ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന, ഞങ്ങളുടെ കുടുംബ പരമ്പരക്കും ഈ സമൂഹത്തിനും മത നേതൃത്വമായി തീരുന്ന ഒരു മകനെ എനിക്ക് നീ തരണം റബ്ബേ. നീ തൃപ്തിപ്പെടുന്ന, നിന്നെ തൃപ്തിപ്പെടുന്ന ഒരു നല്ല സന്താനത്തെ നീ എനിക്ക് തരണം എന്നാണ് ചോദിച്ചു.